ഹായ് മക്കൾസ്, അറക്കലാണ്. ഒരു ചെറിയൊരു കുഞ്ഞു ടോപ്പിക് വളരെ വേഗത്തിൽ ഡിസ്കസ് ചെയ്യാം. NMSന് വളരെ അതിപ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സെൽ തിയറി അഥവാ കോശ സിദ്ധാന്തം. അപ്പൊ എന്താണ് സെൽ തിയറി എന്ന് പഠിക്കുന്നതിന് മുമ്പ് സെൽ എന്താണെന്ന് അറിയാലോ. ഒരു ജീവിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് എന്ത് സെൽ എന്ന് പറയുന്നത്. സെല്ലിനെ കുറിച്ചുള്ള സ്റ്റഡി ആണെന്ത് സൈറ്റോളജി. സെല്ല് കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ്. സെൽ എന്ന് പറഞ്ഞാൽ സ്മാൾ റൂം, ചെറിയൊരു അറ, കുഞ്ഞു അറ എന്നാണ് ഇതിന്റെ മീനിങ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ വെറുതെ ഓർത്ത് വെക്കുക. ഇനി എന്താ സെൽ തിയറി എന്ന് ചോദിച്ചാൽ, ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, ഏതൊരു ജീവിയുടെയും സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്താണ്? സെല്ലാണ്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ ജീവികളെയും നിർമ്മിച്ചിട്ടുള്ളത് എന്തുകൊണ്ടായിരിക്കും? സെല്ല് കൊണ്ടായിരിക്കും. അത് തന്നെയാണ് എന്ത് സെൽ തിയറി. അതെ, സെൽ തിയറിയിൽ പ്രധാനമായിട്ടും 2 പോയിന്റേ പഠിക്കാനുള്ളൂ. ഒന്നാമത്തെ പോയിന്റ്, ദ ബോഡി ഓഫ് ആൾ ഓർഗാനിസം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. എല്ലാ ജീവികളുടെയും ശരീരം കോശത്താൽ നിർമ്മിതമാണ്. ഒരു പോയിന്റായി. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ജീവിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്തായിരിക്കും? കോശമായിരിക്കും. കാരണം അതുകൊണ്ടാണല്ലോ ഈ സാധനത്തിനെ നിർമ്മിച്ചിട്ടുള്ളത്. സോ സെൽസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എവ്രി ഓർഗാനിസം. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണെന്ത്? കോശങ്ങൾ. ഓക്കെ, ഇതാണ് സെൽ തിയറി കൊണ്ട് ഉദ്ദേശിച്ചത്. ഇതാരെ കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ 2 ആൾക്കാരാണ്. ബഹുമാനപ്പെട്ട 2 വ്യക്തിത്വങ്ങൾ. ഏതൊക്കെയാണ് ആ ബഹുമാനപ്പെട്ട 2 വ്യക്തിത്വങ്ങൾ എന്ന് ചോദിച്ചാൽ, ഒന്ന് MJ ഷ്ലീഡൻ. എന്താണ് പേര്? MJ ഷ്ലീഡൻ. നല്ല പേരില്ലേ? ഓക്കെ, രണ്ടാമത്തെ ആളാണ് ആര്? തിയോഡർ ഷോൻ. എന്താണ് പേര്? തിയോഡർ ഷോൻ. തിയോഡർ ഷോനും MJ ഷ്ലീഡനും ആണ് എന്ത് ചെയ്തത്? ഈ ഒരു തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിൽ MJ ഷ്ലീഡന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, MJ ഷ്ലീഡനാണ് പ്ലാന്റ് സെൽസിനെ കണ്ടെത്തിയത്. എന്നാൽ അതേസമയം തിയോഡർ ഷോനാണ് എന്ത് ചെയ്യുന്നത്? അനിമൽ സെൽസിനെ, ജന്തുകോശത്തിനെ കണ്ടെത്തിയത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുതി. ഞാൻ കണക്ട് ചെയ്യുന്ന ഒരു കോഡ് എങ്ങനെയാണെന്ന് അറിയോ? MJ ഷ്ലീഡൻ അതിലെന്തുണ്ട്? ലായുണ്ട്. പ്ലാന്റ് സെല്ല് അതിലും എന്തുണ്ട്? ലായുണ്ട്. അപ്പോൾ MJ ഷ്ലീഡൻ എന്ത് കണ്ടെത്തി? പ്ലാന്റ് സെല്ല് കണ്ടെത്തി. അപ്പൊ പിന്നെ തിയോഡർ ഷോൻ എന്ത് കണ്ടെത്തി? അനിമൽ സെല്ല് കണ്ടെത്തി. അവരാണ് എന്തും കണ്ടെത്തിയത്. സെൽ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തതും അവർ തന്നെയാണ്. ഓർത്തു വെക്കുക, മാറരുത്. അങ്ങനെയെങ്കിൽ ആരാണ് ന്യൂക്ലിയസ് കണ്ടെത്തിയത്? അത് ജസ്റ്റ് നിങ്ങൾ ചുമ്മാ ഒന്ന് കമന്റ് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് അറിവുണ്ടോ എന്ന് പരീക്ഷിക്കട്ടെ. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ സ്വന്തം അറക്കൽ. ഗുഡ് ബൈ.